അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു യമ്മി ആയിട്ടുള്ള അടിപൊളി കാരമൽ പുഡിംഗ് ആണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് കാരമലൈസ് ചെയ്യാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ ഷുഗർ കാരമലൈസ് ആയി വരുന്നുണ്ട്. നമ്മുടെ ഷുഗർ നന്നായി കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്ത് തട്ടുന്ന വിധം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും തട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും തട്ടും. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്യാം. നിങ്ങളടുത്ത് കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ കസ്റ്റേർഡ് പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കസ്റ്റേർഡ് പൗഡറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം. അതിൽ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ പാലൊന്ന് നന്നായി കുറുകി വരുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ എത്ര നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ പാല് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കൈ വിടാതെ നന്നായി ഇളക്കുക, അല്ലെങ്കിൽ കുറുകും. നന്നായി ഇളക്കി കൊടുക്കണം, കൈ വിടാതെ ഇളക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്യണത്. ബ്രെഡ് ക്രംസ് ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷൻ തന്നെ വേണം, സൈഡൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഫുള്ള് ഇട്ടാൽ അത് പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും, പിന്നെ അടി കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇട്ടിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. നമ്മൾ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് കൈ വിടാതെ തന്നെ ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ.
മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ മേലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മളുടെ നേരത്തെ തയ്യാറാക്കിയ മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഞാൻ തട്ടാണ് ഇവിടെ വെക്കുന്നത്. നിങ്ങളടുത്ത് ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. എന്നിട്ട് അടച്ചു വെക്കുക. നമ്മുടെ പുഡിങ് ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള ടേസ്റ്റിയായ കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റുമാണ്. നല്ല സ്വീറ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. സിമ്പിളാണിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.